നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ കംബോഡിയൻ യാത്രയുമായി ബന്ധപ്പെട്ട അവസാനത്തെ എപ്പിസോഡാണ് ഇത്. കംബോഡിയയിലെ ലോകപ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടാവുന്നതുമായ അങ്കോർ വാട്ട് എന്ന നാമത്തിൽ പ്രസിദ്ധമായ ഒരു വിഷ്ണു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈഡിൽ നിന്നും ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Think about the idea of engineering may be different. For an example, I'm engineering. I build this temple and build a roof covered. And roof covered. So inside must be very dark. No ventilation much and you don't see clear. Ladies and gentlemen, this one is for the king's library. 1, 2 library on the both sides of the king's step. Right here is the king's step that's connecting to the main entrance. The king's step, it doesn't steep. Look at that step, quite steep. Very steep. So the king did not use that one. The king used the one right here. So surrounding this main level, and sometimes we use the animal skin to draw the mat. ഇതിൻ്റെ നിർമ്മാണ രീതി, ബേസിക് നിർമ്മാണ രീതികൾ ആ ഗൈഡ് പറഞ്ഞു തരുന്നതനുസരിച്ച് ഇതിലെ ഓരോ പാറകൾക്കും ഓരോ മൂലകൾക്കും ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ ക്ഷേത്ര സമുച്ചയങ്ങൾക്കും അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെതായ കഥകൾ വളരെയധികം പറയാനുണ്ട്. എന്തിനേറെ പറയുന്നു, ഇതിലുള്ള ജനാലകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഓരോ അഴികൾക്കും പറയാനുണ്ട് വളരെയധികം വിശദമായിട്ടുള്ള കഥകൾ. ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഈ പരമ്പര അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ട് മാത്രമേ എല്ലാം വിശദീകരിക്കുന്നുള്ളൂ. അങ്ങനെ ലോകാത്ഭുതങ്ങളിൽ ഒന്നിൽ എത്തിയിരിക്കുന്നു. എന്തായാലും കയറുക തന്നെ, ഇത്രത്തോളം വന്നതല്ലേ, ഇനിയിപ്പോൾ നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, കയറുക തന്നെ. ഈ ക്ഷേത്രത്തിൽ വിസിറ്റേഴ്സിന് അനുവദിച്ചിട്ടുള്ള കയറാവുന്നതിൻ്റെ പരമാവധി ഏറ്റവും മുകളിൽ കയറി നിന്ന് ചുറ്റുപാടും കാണുന്ന ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിൽ പണിതാണെന്ന് നമുക്ക് വിശദമായിട്ട് എൻ്റെ ടെക്നിക്കൽ സൈഡ് കൊണ്ടായിരിക്കാം ഇവിടെ ചൂട് അറിയുന്നതേ ഇല്ല. ഒന്നാമത് ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികളുടെ പ്രത്യേകത ആയിരിക്കാം. നല്ല തണുത്ത കാലാവസ്ഥയാണ്, നല്ല തണുത്ത കാറ്റും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബേസിക് തിയറി പറഞ്ഞിരിക്കുന്നത്, അതായത് സൂര്യപ്രകാശം 365 ദിവസവും ഭൂമിയിൽ പതിക്കുന്നതനുസരിച്ച് ഭൂമിക്ക് എന്ത് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതോ അതിൻ്റെ ഒരു പ്രതിഫലനവും കാര്യങ്ങളും എല്ലാം ഈ ക്ഷേത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, നിർമ്മാണ രീതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ മാസങ്ങളിലോട് സംഭവിക്കുന്ന രീതി, കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഭൂമിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇതിനകത്ത് പല പ്രതിഫലനങ്ങളും ഇതിൻ്റെ ബിംബങ്ങൾക്ക്, ഇതിൻ്റെ നിഴലിന് പോലും അതുപോലുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ബേസിക് കാൽക്കുലേഷൻ കൂട്ടിയിരിക്കുന്നത്, എഞ്ചിനീയറിംഗ് സെക്ഷൻ കാൽക്കുലേഷൻ കൂട്ടിയിരിക്കുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമ്മുടെ ഗൈഡ് കൂടുതലായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അനന്തശയനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ പേഴ്സണലായിട്ട്. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ തന്നെ ഈ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചാൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണവും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം അതനുസരിച്ച് എനിക്ക് എൻ്റെ അടുത്ത വീഡിയോ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലൈക്ക് അടിക്കുന്നത് ഇഷ്ടപ്പെട്ടവർ മാത്രം ലൈക്ക് അടിക്കുക, അല്ലാത്തൊരു കമൻസിലൂടെ അതിൻ്റെ വിവരങ്ങൾ തരികയാണെങ്കിൽ വളരെ ഒരു സഹായമായിരിക്കും. മറ്റൊന്ന്, ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നത് യാതൊരു വിട്ടുവീഴ്ചയില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ കയറിയുന്നത് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാം അല്ലേ. അതിൽ ഇപ്പോഴേ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നതാ, അതുകൊണ്ടാ. ഞങ്ങളിൽ പലരും മിക്കവാറും ഒരു 99% ഞങ്ങൾ മുകളിൽ കയറിയിട്ടുണ്ട്. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ സന്തോഷ്. അദ്ദേഹം പറഞ്ഞത് ആർക്കും ഹാർട്ടിന്റെ പ്രശ്നങ്ങളുള്ളവരാരും ഇല്ല, അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് കയറി വരത്തില്ല. ആ കാണുന്ന വഴിയാണ്, നമ്മൾ നടന്നു വന്ന വഴിയാണ് ആ കാണുന്നത് ദൂരെ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറി വന്ന വഴിയാണ് ദൂരെ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ സന്ദർശനം മതിയാക്കി ഞങ്ങളെല്ലാവരും തിരികെ വന്നു. എല്ലാം
വളരെ ഷോർട്ടായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, കാരണം എനിക്ക് പെട്ടെന്ന് എപ്പിസോഡ് തീർക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. And also thank you to Benny as well. That also he chose this country for his destination. Okay, so I would like to pray to all the gods in this country. Please bless you all the best. Thank you. May God bless you. Thank you so much. I feel like all of you is a part of my family also. We are also feel the same. Yeah. Thank you so much. Okay. ഞങ്ങളുടെ ലഞ്ചിന് ശേഷം എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. എയർപോർട്ടിൽ ഞങ്ങൾക്ക് 5 മണിക്ക് എത്തിയാൽ മതി. വൈകുന്നേരം 5 മണിക്കുള്ള ഫ്ലൈറ്റാണ്. അത് ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. അത് കാരണം അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് 1-2 മണിക്കൂർ ഫ്രീ ആയിട്ട് കിട്ടി. ഗൈഡ് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ ഷെഡ്യൂൾ ഇല്ലാത്ത, ഐറ്റിനറി ഇല്ലാത്ത ഒരു സംഭവം കൂടി നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ, കാരണം സമയമുണ്ട് നോക്കിന്ന്. അങ്ങനെ ആ 2 മണിക്കൂർ സമയത്ത് ഒരു പാർക്കും അതിനോടനുബന്ധിച്ച് ഒരു ക്ഷേത്രവും അവിടെ നടക്കുന്ന വിചിത്രമായ ആചാരങ്ങളും അതുകൂടി കണ്ടതിന് ശേഷം നമുക്ക് പോകാമെന്ന് നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. അങ്ങോട്ട് പ്രവേശിക്കുന്ന സ്ഥലത്ത് കണ്ടതാണ് ഒരു വവ്വാല് ഒരു ചെടിയുടെ ചുവട്ടിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അറിയാവില്ലേ എൻ്റെ ക്യാമറയുടെ സ്വഭാവം, അനുവദിച്ചില്ല, പോയി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതൊന്ന് ഫോക്കസ് ചെയ്തു. പൂക്കൾ മാത്രം വിൽക്കുന്ന ഒരു ഏരിയ. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, മിക്കവാറും കടകളിലെല്ലാം സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്ന ഫീമെയിൽസാണ്. അത് സെയിൽസിന് വേണ്ടി പുരുഷന്മാരെ ഞാൻ അപൂർവമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ലേഡീസാണ് കാണുന്നത്. ഒരു ആ പാർക്കിലേക്ക് കയറുന്നതിന് മുൻപായിട്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രം, അവിടുത്തെ ആരാധനാ രീതികളാണ് ഇതൊക്കെ. വിചിത്രമായൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ വാതിൽ, ഇതാണ് പാർക്ക്. ഈ ക്ഷേത്രത്തിൻ്റെ വാതിൽ ചില സ്ത്രീകൾ കൂട്ടിൽ അടച്ച കിളികളെയും പിന്നെ ആമ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരും. നേർച്ചയുടെ ഭാഗമായിട്ട് ഇതുങ്ങളെ വിലയ്ക്ക് വാങ്ങി ഫ്രീഡം ആക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക രീതി. ഇത് ആമ കുഞ്ഞുങ്ങൾ ഏത് വനത്തിൽപ്പെട്ടാന്നറിയില്ല, എങ്കിലും ഇതിനെ വിലയ്ക്ക് വാങ്ങി ആൾക്കാർ ഇതിനെ ഫ്രീ ആക്കും, മറ്റുള്ള ജലാശയത്തിൽ കൊണ്ടുവന്ന് ഫ്രീ ആക്കും. അതുപോലെ തന്നെ കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളികളുണ്ട്. കിളികളെ വാങ്ങിച്ച് വിലയ്ക്ക് വാങ്ങി അതിനെ ഫ്രീഡം ആക്കുക. ഇവർ രണ്ടും ചെയ്യുന്ന അതാണ്. കിളികളെ വാങ്ങിച്ചു പറത്തിച്ചു വിടുക. ഇതാണ് ഇവരുടെ ഒരു വിചിത്രമായിട്ട് ആചാരം. പക്ഷേ ആ കിളികൾ വീണ്ടും ജീവിക്കുക എന്നുള്ളത് കാര്യം നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ ഈ ലവ് ബേഴ്സിനെ വിട്ടു കഴിഞ്ഞാൽ അത് ജീവിക്കത്തില്ലല്ലോ. അതുകൊണ്ട് യാത്രകളാണ് ജീവിതം. അതുകൊണ്ട് ഈ യാത്ര ഇത്രയും സന്തോഷകരമാക്കി തീർത്ത എല്ലാവർക്കും നന്ദി. ഇന്നലെ എനിക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടായത്, ഞാനൊരു ചിയേഴ്സ് പറഞ്ഞപ്പോൾ നമ്മുടെ കവിരാജ് നിരസിച്ചു, പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളൊരു വലിയ പാരമ്പര്യത്തിൻ്റെ അംഗമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും അത് ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ധരിക്കുകയും ചെയ്യുന്ന ഒരാൾ അത് നിരസിച്ചതിലൂടെ വാസ്തവത്തിൽ എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ആ ഓർമ്മപ്പെടുത്തലിന് പ്രത്യേകമായ നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാനൊരു വേറൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇത്ര പെട്ടെന്ന് എയർപോർട്ടിൽ എത്തുമെന്ന് ആലോചിച്ചില്ല. പോട്ടെ, സാരമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എയർപോർട്ട് ഡിപ്പാർച്ചർ ലോഞ്ചിലെത്തിയ ഞങ്ങൾ ഡിപ്പാർച്ചർ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. ബോർഡിംഗ് ഗേറ്റിലെത്തി ഞങ്ങൾ ഓൺ ബോർഡായി. എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്യുന്നു. ഡിപ്പാർച്ചർ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തു. ടേക്ക് ഓഫ് ആയി. 18,000 അടി വരെ ഉയരത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. വീണ്ടും 36,000 അടി ഉപ്പതിൽ നിന്ന് ആണ് ഈ രംഗങ്ങൾ ചിത്രീകരിച്ചത്.
വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ ഇവിടെ സിംഗപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. ഒരു യാത്രയുടെ പര്യവസാനം എന്ന് പറയാറായില്ല. ഇനി ഇവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് വെച്ച് കൊച്ചിയിലെത്തണം. കൊച്ചിയിൽ നിന്നും വണ്ടി പിടിച്ച് വീട്ടിൽ എത്തണം. എങ്കിലും മാത്രമേ യാത്ര പൂർണ്ണമാകുള്ളൂ. എങ്കിലും ഞാൻ എൻ്റെ കംബോഡിയൻ യാത്രയുടെ പരമ്പര ഇവിടെ ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലത് വരട്ടെ.